ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ തലയിൽ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ടോ? പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. കാരണം സങ്കീർണമായ ഒരു ബിസിനസ് ആശയത്തെ വളരെ ലളിതമായി ഒരൊറ്റ പേജിൽ ഒതുങ്ങുന്ന ഒരു ക്ലിയർ പ്ലാനാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലിങ്ക്ഡിൻ്റെ സഹസ്ഥാപകനായ റീഡ് ഹോഫ്മാൻ പറഞ്ഞ ഈ കാര്യം എത്ര ശരിയാണല്ലേ? ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണിത്. रोजाना के कामों के छोटे छोटे मसालों में हम इतना उलझ जाते हैं कि हम ये भूल जाते हैं कि हमने ये सब क्यों शुरू किया था. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പട്ടാളക്കാരനെ പോലെയാണ് നമ്മൾ. തൊട്ടുമുന്നിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ യുദ്ധം ജയിക്കാനുള്ള വലിയ പ്ലാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ശരി, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ യുദ്ധക്കളം മുഴുവനായിട്ട് ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന പോലൊരു ടൂൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ? നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ സമയം ഒരൊറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു 360 ഡിഗ്രി വ്യൂ, അങ്ങനൊരു ടൂളാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ്, അവർക്ക് നിങ്ങൾ എന്ത് നൽകുന്നു, പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഇതെല്ലാം കൂടി ഒരൊറ്റ പേജിൽ ഭംഗിയായി വരച്ചുവെക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഈയൊരു വലിയ പ്രശ്നത്തിനുള്ള വളരെ സിമ്പിളായൊരു പരിഹാരമാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ്. അപ്പം എന്താണ് ഈ ബിസിനസ് മോഡൽ ക്യാൻവാസ്? സംഭവം വളരെ ലളിതമാണ്. അലക്സാണ്ടർ ഓസ്റ്റർവാൾഡർ എന്ന പേരുള്ള ഒരു സ്വിസ് സംരംഭകൻ ഉണ്ടാക്കിയെടുത്ത ഒരു വിഷ്വൽ ഫ്രെയിംവർക്കാണിത്. 9 ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ 9 കളങ്ങൾ ഉപയോഗിച്ച് ഒരു ബിസിനസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഇത് കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൂളിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? എന്തൊക്കെയാണ് ഈ പറയുന്ന 9 ബ്ലോക്കുകൾ? വെറുതെ ഒരു ലിസ്റ്റ് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ലോകപ്രശസ്ത ബ്രാൻഡിന്റെ ഉദാഹരണം വെച്ച് ഇത് മനസ്സിലാക്കാം. ഇതാണ് ആ ക്യാൻവാസ്. ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതിന്റെ വലതുവശം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സും പുറം ലോകവുമായുള്ള ബന്ധമാണ്. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അവർക്ക് നിങ്ങൾ നൽകുന്ന വാല്യൂ, അതിൽ നിന്നെങ്ങനെ പണം കിട്ടുന്നു, ഇതൊക്കെ. ഇനി ഇടതുവശം നോക്കിയാലോ? ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നിങ്ങളുടെ കമ്പനിക്കുള്ളിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ, വിഭവങ്ങൾ, പങ്കാളികൾ, ചെലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ബ്രാൻഡുകളിലൊന്നായ സാറയുടെ ഉദാഹരണമെടുക്കാം. ഏതൊരു ബിസിനസ്സിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും കസ്റ്റമറെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാറ ആർക്ക് വേണ്ടിയാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ ഫാഷനിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി. ഓക്കെ, കസ്റ്റമേഴ്സിനെ കിട്ടി. ഇനി അടുത്ത ചോദ്യം, ഈ കസ്റ്റമേഴ്സിന് സാറ എന്താണ് കൊടുക്കുന്നത്? എന്ത് വാല്യൂ ആണ് അവർ ഓഫർ ചെയ്യുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, കീശ കാലിയാവാതെ ഏറ്റവും പുതിയ ഫാഷൻ, അതാണ് അവരുടെ പ്രധാന വാഗ്ദാനം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കടകളിൽ പുതിയ ഡിസൈനുകൾ എത്തിച്ച് അവർ ആ ഫാസ്റ്റ് ഫാഷൻ അനുഭവം ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ സാറയുടെ ഈ നിറച്ച ക്യാൻവാസ് ഒന്ന് നോക്കൂ. ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചാനലുകൾ, അതായത് എവിടെയാണവർ സാധനങ്ങൾ വിൽക്കുന്നത്? അവരുടെ സ്റ്റോറുകളിലും ഓൺലൈനിലുമായി. റവന്യൂ സ്ട്രീം വളരെ സിമ്പിളാണ്, നേരിട്ടുള്ള വിൽപ്പന. ഇനി നമുക്ക് ക്യാൻവാസിന്റെ ഇടതുവശത്തേക്ക് വരാം. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഡിസൈനിങ്ങും വളരെ വേഗതയിലുള്ള പ്രൊഡക്ഷനുമാണ്. ഇതിനാവശ്യമായ പ്രധാന വിഭവങ്ങൾ അവരുടെ ബ്രാൻഡ് നെയിമും ശക്തമായ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കുമാണ്. പ്രധാന പങ്കാളികൾ സപ്ലയർമാരും അവരുടെ പാരന്റ് കമ്പനിയായ ഇൻടെക്സുമാണ്. അവസാനം കോസ്റ്റ് സ്ട്രക്ചർ നോക്കിയാൽ നിർമ്മാണം, കടവാടക, ശമ്പളം എന്നിവയാണ് പ്രധാന ചെലവുകൾ. കണ്ടില്ലേ, ഇത്രയും വലിയൊരു കമ്പനിയുടെ മൊത്തം ഓപ്പറേഷൻസ് ഒരൊറ്റ പേജിൽ. അപ്പോൾ ഈ ടൂള് കണ്ടിട്ട് കൊള്ളാമല്ലേ? ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ ഒരു സംശയം, ഇത്രയും വലിയൊരു ബിസിനസ്സിനെ ഒരൊറ്റ പേജിൽ ഒതുക്കുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകില്ലേ? ഇത് എല്ലാത്തിനും പറ്റിയൊരു മാന്ത്രിക വഴിയാണോ? തീർച്ചയായും, ബിസിനസ് മോഡൽ ക്യാൻവാസ് നല്ലൊരു സ്ട്രക്ചറും വ്യക്തതയുമൊക്കെ തരുന്നുണ്ട്. പക്ഷേ എല്ലാ തരം ബിസിനസ്സിനും ഇത് ഒരുപോലെ വർക്കാകുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന്റെ ഏറ്റവും വലിയൊരു വിമർശനം ഇതിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. ചില സമയങ്ങളിൽ അതൊരു പോരായ്മയായി മാറും. ഉദാഹരണത്തിന്, മാർക്കറ്റിലേക്ക് പുതിയൊരു കോമ്പറ്റീറ്റർ വന്നാലോ, അല്ലെങ്കിൽ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നാലോ, അതൊന്നും കാണിക്കാൻ ഈ ക്യാൻവാസിൽ പ്രത്യേക സ്ഥലമില്ല. അതുകൊണ്ടുതന്നെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റുകളിൽ ഇത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവാം. ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ജോലിയാണ്. എന്നാൽ ഈ വിമർശനങ്ങൾ കേട്ട് ഈ ടൂളങ്ങ് ഇല്ലാതായില്ല. സത്യത്തിൽ അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ഇതിന്റെ ബേസിക് ഐഡിയ അത്രയ്ക്കും സ്ട്രോങ് ആയതുകൊണ്ട് കാലത്തിനനുസരിച്ച് ഇതിന് പുതിയ പുതിയ രൂപങ്ങൾ വന്നു. ആവശ്യത്തിനനുസരിച്ച് ഇത് മാറാൻ തുടങ്ങി. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ബിസിനസ്സിന്റെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതിലുപരി സമൂഹത്തിലൊരു നല്ല മാറ്റം കൊണ്ടുവരിക എന്നതാണെങ്കിലോ? അവിടെ സാധാരണ ക്യാൻവാസ് ചിലപ്പോൾ പോരാതെ വരും.
അവിടെയാണ് സോഷ്യൽ എന്റർപ്രൈസ് മോഡൽ ക്യാൻവാസ് വരുന്നത്. ഇവിടെ വാക്കുകൾ മാറുന്നത് കണ്ടോ? വാല്യൂ പ്രൊപ്പോസിഷൻ എന്നുള്ളത് സോഷ്യൽ വാല്യൂ പ്രൊപ്പോസിഷനായി. കസ്റ്റമേഴ്സ് എന്നതിനോടൊപ്പം ബെനിഫിഷ്യറീസ് അഥവാ ഗുണഭോക്താക്കൾ കൂടി വന്നു. വരുമാനത്തിന്റെ കാര്യത്തിൽ സംഭാവനകളും ഗ്രാൻഡുകളും കൂടി ഉൾപ്പെടുത്തി. അതായത് ഇവിടെ ഫോക്കസ് പണത്തിൽ നിന്ന് സാമൂഹിക നന്മയിലേക്ക് മാറുകയാണ്. അതുമാത്രമല്ല, ഒരു സോഷ്യൽ എന്റർപ്രൈസിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായി പുതിയ ബ്ലോക്കുകൾ തന്നെ ഇതിൽ ചേർത്തു. അവരുടെ മിഷൻ എന്താണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അളക്കാൻ ഇതിൽ പ്രത്യേക സ്ഥലമുണ്ട്. ഇനി വേറൊരു കിടിലൻ ഉദാഹരണം നോക്കാം. ഈ ടൂളിനെ പുതിയ തലമുറയ്ക്ക് വേണ്ടി, അതായത് യുവ സംരംഭകർക്ക് വേണ്ടി എങ്ങനെ കൂടുതൽ എളുപ്പവും രസകരവുമാക്കാം എന്ന് കാണാം. ഇതാണ് ടീൻ സ്റ്റാർട്ടപ്പ് ക്യാൻവാസ്. ഇവിടെ വലിയ ബിസിനസ് വാക്കുകളൊന്നുമില്ല. പകരം ലളിതമായ ചോദ്യങ്ങളാണ്. വാല്യൂ പ്രൊപ്പോസിഷൻ എന്നതിനു പകരം എന്താണ് വലിയ പ്രശ്നം, നമ്മുടെ കിടിലൻ സൊല്യൂഷൻ എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കസ്റ്റമർ സെഗ്മെന്റ്സ് എന്നതിനു പകരം നമ്മുടെ ഇഷ്ട കസ്റ്റമർ. സംഭവം വളരെ എളുപ്പമായില്ലേ? അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിന്റെ എല്ലാം കാതല്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു നിയമപുസ്തകമല്ല, അതൊരു ഫൈനൽ റിപ്പോർട്ടുമല്ല. അതൊരു സംഭാഷണത്തിന്റെ തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ടീമുമായി സംസാരിക്കാനും പുതിയ ഐഡിയകൾ ടെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിനെ നിരന്തരം വളർത്താനുമുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിന്റെ ശക്തി മനസ്സിലാക്കാൻ ഒരു കിടിലൻ ഉദാഹരണമുണ്ട്. വിൻഡെ എന്ന സ്പാനിഷ് വൈൻ കമ്പനിയുടെ കഥ. അവർ അവരുടെ ക്യാൻവാസിൽ ഒരൊറ്റ ചെറിയ മാറ്റം വരുത്തി. പ്രധാന വിഭവങ്ങൾ അഥവാ കീ റീസോഴ്സസ് എന്ന കോളത്തിൽ മുന്തിരിത്തോട്ടങ്ങൾ എന്നെഴുതിയിരുന്നത് വെട്ടി അത് പ്രധാന പങ്കാളികൾ അഥവാ കീ പാർട്ട്നേഴ്സ് എന്ന കോളത്തിലേക്ക് മാറ്റി. അതിന്റെ അർത്ഥമെന്താ? സ്വന്തമായി തോട്ടങ്ങൾ മേടിച്ച് കഷ്ടപ്പെടുന്നതിനു പകരം അവർ കർഷകരുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ആ ഒരൊറ്റ നീക്കം അവരുടെ ബിസിനസ്സിനെ മാത്രമല്ല, ആ ഇൻഡസ്ട്രിയെ മൊത്തത്തിലാണ് മാറ്റിമറിച്ചത്. അതുകൊണ്ട് ഈ ബിസിനസ് മോഡൽ ക്യാൻവാസിനെ ഒരു ഒഴിഞ്ഞ പേപ്പർ പോലെ കാണുക. നിയമങ്ങളില്ല, അതിരുകളില്ല. ഇത് നിങ്ങളുടെ ആശയങ്ങൾ വരച്ചു ചേർക്കാനുള്ള ഒരിടമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, നിങ്ങളുടെ ഐഡിയയ്ക്ക് ജീവൻ നൽകാൻ ഈ ക്യാൻവാസിനെ നിങ്ങൾ എങ്ങനെ മാറ്റിവരയ്ക്കും?